ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം വന്ദേ പത്മകരാം പ്രസന്നവദനാം സൗഭാഗ്യദാം ഭാഗ്യദാം ഭക്താനാമഭയപ്രദാം മണിഗണൈർനാനാവിധൈർഭൂഷിതാം ഭക്താഭീഷ്ടഫലപ്രദാം ഹരിഹരബ്രഹ്മാദിഭിः സേവിതാം പാർശ്വേ പങ്കജശങ്കപത്മനിധിഭിः യുക്താം സദാ ശക്തിഭിः. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദിശക്തിമഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തിമഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശീ ജഗന്മാത മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മീ നമോസ്തുതേ. ഓം ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൈങ്കുനി ഉത്രം, മഹാലക്ഷ്മി പ്രാദുർഭാവം, അമ്മ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ദിവസം. പൈങ്കുനി ഉത്രം പലതും കൊണ്ടും വിശേഷമാണ്. ഉമാമഹേശ്വര വിവാഹം, ശാസ്താവിൻ്റെ ആവിർഭാവം, മഹാലക്ഷ്മിയുടെ ആവിർഭാവം, പല ക്ഷേത്രങ്ങളിലും, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട്, ഇങ്ങനെ പല പല വിശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇന്നത്തെ ദിവസം പൈങ്കുനി ഉത്രം. നാളെ ഹനുമത് ജയന്തി. അത്രയും വിശേഷമുള്ള ദിവസം, വൈശിഷ്ട്യങ്ങളുള്ള ദിവസമാണ് ഈ കുറച്ച് ദിവസങ്ങൾ ഇനി അങ്ങോട്ട് കടന്നു പോകുന്നത്. ഈ ദിവസത്തിൽ തന്നെ മഹാലക്ഷ്മിയെ സ്മരിക്കുവാൻ കഴിയുന്നത് മഹാഭാഗ്യമെന്ന് വിശ്വസിക്കുന്നു. കനകധാരാ സ്തോത്രത്തിലെ 2ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവതിയുടെ കടാക്ഷരശ്മികളുടെ ശക്തി, ആ കടാക്ഷം കൊണ്ട് ശ്രീനാരായണന് രോമാഞ്ചിതമായി വരികയും ആ കടാക്ഷം നാരായണനിലേക്ക് പതിക്കുമ്പോൾ ഭഗവാൻ രോമാഞ്ചിതം കൊണ്ടിങ്ങനെ ശരീരമൊക്കെ ഒന്ന് ഇത്ര ആ ഭഗവതിയുടെ കടാക്ഷം അങ്ങനെ ഭഗവാനെ പുളകിതമാക്കുകയും ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ആ കടാക്ഷം എൻ്റെ നേരെ വരുമ്പോൾ, അമ്മേ ഭഗവതി എനിക്ക് ഐശ്വര്യത്തെ തന്ന് ആ കടക്കണ്ണിൻ്റെ വിളയാട്ടം എനിക്ക് സദാ മംഗളത്തെ തരുന്നതായി ഭവിക്കട്ടെ. മംഗല്യദാസ്തു മമ മംഗളദേവതായാഹം എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടു. തുടർന്നും 2ാമത്തെ ശ്ലോകത്തിലും ഭഗവതിയുടെ കടാക്ഷരശ്മിത തന്നെയാണ് പ്രതിപാദ്യ വിഷയം. എന്തുകൊണ്ടാണ് ഓരോ ശ്ലോകത്തിലും അമ്മയുടെ കടാക്ഷത്തെ, അമ്മയുടെ നോട്ടത്തെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സ്തോത്രം ജപിക്കുമ്പോഴും ഈ ശ്ലോകം സ്മരിക്കുമ്പോഴും എപ്പോഴും അമ്മയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടാകും, അതുണ്ടായിരിക്കും എന്ന ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ സ്തോത്രം ജപിക്കേണ്ടത്. അമ്മയുടെ കടാക്ഷം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ എപ്പോഴും ആ കടാക്ഷം, ആ കടക്കൺ നോട്ടം എപ്പോഴും തൻ്റെ സന്താനങ്ങളുടെ മേൽ അമ്മയ്ക്ക് ഉണ്ടാകും, അല്ലേ?
അപ്പം അമ്മയുടെ നോട്ടം എപ്പോഴും ആ കുട്ടികളെയൊക്കെ ഭഗവതി ഇങ്ങനെ നോക്കും, ആ കടാക്ഷം. അപ്പം ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ജാഗ്രതയോടുകൂടി ധാർമ്മികമായിട്ടൊക്കെ നിൽക്കണം. ആ കടാക്ഷം അത്യന്താപേക്ഷിതമായ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. മാത്രവുമല്ല, ഈ സ്തോത്രം ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നല്ല ഐശ്വര്യപൂർണമായ സുവർണ പ്രകാശത്തോടുകൂടി മഹാലക്ഷ്മി സർവാഭരണഭൂഷിതയായിട്ടുള്ള സങ്കല്പത്തിലായിരിക്കണം അമ്മയെ സങ്കല്പിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ സ്തോത്രം ജപിക്കേണ്ടത്. ആ സർവാഭരണ വിഭൂഷിതയായ ജഗദീശ്വരി മഹാലക്ഷ്മി അമ്മയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ സ്വർണം അല്ലെങ്കിൽ ഐശ്വര്യം വർഷധാരയായി ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കുക, നിങ്ങളുടെ നേരെ ഇങ്ങനെ പതിക്കുന്നതായിട്ട് ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ സ്തോത്രത്തെ ജപിക്കുവാൻ. അതാണ് അത് നമ്മളൊരു ഭാവന, അത്രയും പ്രാധാന്യമുള്ളതാണ് ഭാവന എന്ന് പറയുന്നത്. ഭാവനാമാത്ര സന്തുഷ്ട ഹൃദയായ നമോ നമഃ എന്ന് ലളിതാ അഷ്ടോത്തര ശതനാമ സ്തോത്രത്തിൽ പറയുന്നു. ഭഗവതി എന്ന ഭാവന കൊണ്ട് പോലും ഭഗവതി പ്രസന്നയായി ഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാവനയോടുകൂടി നമുക്ക് കനകധാരയെ പ്രാർത്ഥിക്കാം, കനകധാരയെ ഉപാസന ചെയ്യാം. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ഓം മുഗ്ധാ മുഹുർവിദധീ വദനേ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയാ സാമേ ശ്രിയം ദിശതു സാഗരസംഭവായാം. മുഗ്ധാ മുഹുർവിദധതി വദനേ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയാ സാമേ ശ്രിയം ദിശതു സാഗരസംഭവായാം. മുഗ്ധാ മുഹുർവിദധതി വദനേ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയാ സാമേ ശ്രിയം ദിശതു സാഗരസംഭവായാ. അപേക്ഷയാണല്ലേ, എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളാണെന്ന് പറയും. ആ കടക്കണ്ണോട്ടത്തിൻ്റെ ആ ഒരു റിക്വസ്റ്റ്, അപേക്ഷ നമ്മളെ ഈ ഒരു സ്തോത്രത്തിൽ ഉണ്ടായിരിക്കണം. സന്തോഷത്തോടു കൂടി തന്നെ ചൊല്ലുക. അപേക്ഷ, കരുണ നമുക്ക് കാണണം. കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ആ കാരുണ്യം എക്സ്പ്രസ് ചെയ്യുന്നു പറയില്ലേ. കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ, ആ രീതിയിലും കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ എന്ന് ചൊല്ലുന്നതും രണ്ടും ഒരേ ആ അപേക്ഷ തന്നെയാണ്. അത് പൂർണ്ണ ശരണാഗതിയിൽ തന്നെയാണ്. കരുണ ശ്രീരാഗത്തിൽ രണ്ടാമത് പാടിയ രീതിയിൽ പൂർണ്ണ ശരണാഗതി, ഭഗവാനേ ഉള്ളൂ, വേറൊരു ദൃഷ്ടി എന്നുമില്ല. മറ്റത് ഭഗവാനോട് ഒരു പരിഭവം കൂടി കലർന്നാണ്. കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണ എന്ന് ചോദിക്കുന്ന രീതിയിലാണ്. അതേപോലെ തന്നെയാണ് ഈ സ്തോത്രത്തിലും ഭഗവതിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മിയുടെ ഈ കനകധാര രചിക്കുമ്പോൾ ശങ്കരാചാര്യരുടെ മനസ്സിൽ ഈ കടക്കൺ നോട്ടം കണ്ടതിന് ശേഷം ഭഗവതിയെ ആ മംഗല്യത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും അമ്മയുടെ കണ്ണുകളിലേക്ക് ആ ശ്രദ്ധ പതിക്കുകയാണ്. ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ അക്ഷരം ഏറ്റവും പ്രധാനമാണ്. മുഗ്ധ, മുഗ്ധ, മുഹുർവിദധതി, മുഹുർവിദധതി വദനേ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയാ സാമേ ശ്രിയം ദിശതു സാഗര സംഭവായ. ഓരോ അക്ഷരത്തിനും ഓരോ ശക്തിയുണ്ട്. അക്ഷരദേവതകൾ മാതൃകാക്ഷരങ്ങളാണ് ഓരോ മന്ത്രത്തിനും സ്ഫുരണകൾ, ശക്തിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ അക്ഷരവും മനസ്സിരുത്തി ആ അക്ഷരങ്ങളിൽ തന്നെ മനസ്സ് പതിച്ച് ചൊല്ലുമ്പോഴും, അക്ഷരങ്ങൾ എടുത്തെടുത്ത് ചൊല്ലണം എന്നല്ല, അക്ഷരത്തിൻ്റെ ശരിയായ ഉച്ചാരണത്തിൽ
ആ ശ്ലോകം ചൊല്ലുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മന്ത്രമുഖരിതമാകും ആ സ്തോത്രം. അതിൻ്റേതായ വിശേഷവും അതിൻ്റേതായ അനുഗ്രഹവും വിശേഷാനുഗ്രഹവും അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. അക്ഷരങ്ങളെ ഉപാസിക്കുന്നവരാണ്. 51 അക്ഷരാളി സരസ്വതി. ഓരോ അക്ഷരവും ദേവതയാണ്, ശക്തിസ്വരൂപമാണ്. ആ അക്ഷരത്തെ അതേപോലെ തന്നെ ബഹുമാനിക്കണമെന്ന് പറയും. ഓരോ അക്ഷരത്തെ, അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അതേപോലെ ആയിരിക്കണമെന്നാണ്. നമ്മൾ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളുടെയും അക്ഷരങ്ങൾ, അത് ഓരോ അക്ഷരം ഓരോ ദേവതയാണ്. എന്തിനാണ് ആ ദേവതയെ നമ്മൾ പുറത്ത് പറയുന്നത്? ആ ദേവതയെ നിഷേധാത്മകമായിട്ട് ഒരു വാക്ക് പുറത്ത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ പരിണത ഫലങ്ങൾ നമ്മൾ നിൽക്കുന്ന വ്യവസ്ഥാപിതമായ നമ്മളുടെ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് തന്നെ അനുഭവവേദ്യമാകും. അതുകൊണ്ട് വാക്ക് ഏറ്റവും പ്രധാനം, അക്ഷരങ്ങൾ അതിനേക്കാൾ പ്രധാനം എന്ന് പറയുന്നു. അപ്പോൾ ഒന്നും കൂടി ശ്ലോകം. മുഗ്ധാ മുഹുർവിധദതി വദനേ മുരാരേ പ്രേമത്രവാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയാ സാമേ ശ്രിയം ദിശതു സാഗരസംഭവായ. അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ മഹാലക്ഷ്മി നാരായണനെ നോക്കുമ്പോൾ നാരായണൻ പുളകിതമായി രോമാഞ്ചപുളകിതനായിട്ട് ആ ദൃഷ്ടി വന്ന് പതിക്കുമ്പോൾ എത്രയും ആനന്ദത്തോടു കൂടിയാണ് ആ രോമാഞ്ചം ആ നാരായണൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ കടക്കണ്ണ് എന്നിൽ മംഗല്യത്തെ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും അമ്മയുടെ ദൃഷ്ടി നാരായണന്റെ മേൽ എങ്ങനെയാണെന്ന് നോക്കി. നാരായണന് അമ്മയുടെ ദൃഷ്ടി വന്ന് പതിച്ചപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു. ഇനി അമ്മ എങ്ങനെയാണ് നാരായണനെ നോക്കുന്നത്, മഹാലക്ഷ്മി എങ്ങനെയാണ് മഹാവിഷ്ണുവിനെ നോക്കുന്നത് എന്ന് കാര്യം ഇവിടെ ശങ്കരാചാര്യരുടെ മനസ്സിൽ വരുന്നു. ശങ്കരാചാര്യർ നോക്കുമ്പോൾ അമ്മയുടെ നോട്ടം പ്രേമഭാവനയോടുകൂടിയാണ്. പ്രേമത്രപാ പ്രണിഹിതാനി ഗതാഗതാനി. അപ്പോൾ പ്രേമത്തോടുകൂടി നോക്കുമ്പോൾ എപ്പോഴും ഒരാൾ നോക്കിയിരിക്കില്ല അല്ലേ. ഒരു പ്രേമം വരുമ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രണയിക്കുമ്പോഴൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ്, ഒരു നോട്ടം നോക്കുമ്പോൾ കുറച്ച് നേരം നോക്കും, ഒരാളെ നോക്കും, പിന്നെ ലജ്ജ കൊണ്ട് കണ്ണ് പിന്നെ പിൻവലിക്കും അല്ലേ, ആ നോട്ടം പിൻവലിക്കും. അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മിയുടെ നോട്ടം. അത്രയും സന്തോഷത്തോടുകൂടിയും പ്രേമത്തോടുകൂടിയും നാരായണൻ നോക്കും. ആ സമയത്ത് നാരായണൻ ഒന്ന് നോക്കുമ്പോൾ ദേവിയുടെ ദൃഷ്ടിയുണ്ടല്ലോ അതൊന്ന് പിൻവാങ്ങുകയും ചെയ്യും. ആ നോട്ടത്തിൽ നിന്ന് ഒന്ന് ലജ്ജ കൊണ്ടൊന്ന് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് നോക്കും, പിന്നെ പിൻവാങ്ങും, നോക്കും, പിൻവാങ്ങും. ഈ ഒരു ദൃഷ്ടി, ഈ ഒരു നോട്ടത്തെ ശങ്കരാചാര്യർ കാണുന്നത് കുവലയ പുഷ്പം, കുവലയം നീലത്താമര, കുവലയ ഉത്പലേയ മഹോത്പലേയ എന്നാണ്. ഉത്പലേയ മാലോർദിശോർ മധുകരീവ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു നീലത്താമരകൾ കൊണ്ട് ഒരു മാല ഇങ്ങനെ കെട്ടിയിരിക്കുക, മാലയുണ്ട്. ആ മാലയിൽ അതിലെ മധു നുകരുവാനായിട്ട് കരിമ്പണ്ടുകൾ ഇങ്ങനെ അതിൽ ചുറ്റും. എപ്പോഴും ആ പുഷ്പത്തിൽ തന്നെ വന്നിരിക്കില്ലല്ലോ, എപ്പോഴും ആ പുഷ്പത്തിൽ അങ്ങനെ നിരന്തരമായിരിക്കില്ല. അവിടെ ഇരിക്കും, തേൻ നുകരും, പിന്നെ ഒന്ന് പറക്കും, പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും അവിടെ വന്ന് ഇരിക്കും. അങ്ങനെ വന്നും പോയും ഇങ്ങനെ വണ്ടിൻ്റെ ഭ്രമണം അല്ലേ, വണ്ടുകൾ സഞ്ചരിക്കുന്ന അതിൻ്റെ ഭ്രമണം അങ്ങനെ തന്നെയാണ്. ശബ്ദമൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം ആ തേൻ നുകരും, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും, വീണ്ടും വന്നിരുന്ന് ആ തേൻ നുകരും. അങ്ങനെ ഇങ്ങനെ വണ്ണുകൾ വന്ന് തേൻ നുകരുകയും പിൻവലിക്കുകയും ചെയ്യുന്ന പോലെ ആ നീലോത്പലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിറം, ഭഗവാന്റെ തേജസ്സും അതേപോലെയാണ്. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോർഭാസിതാംഗം പുണ്യോപേദം പുണ്ടരീകായതാക്ഷം വിഷ്ണും വന്ദേ സർവലോകൈകനാഥം. അങ്ങനെ ഭഗവാന്റെ സൗന്ദര്യം മേഘശ്യാമമായി. അപ്പം നീലോത്പലം പോലെ തേജസ്സും മേഘവർണ്ണവും ആ നീലവർണ്ണവും ഒക്കെ ഭഗവാനിൽ കാണാം. ആ നീല നിറം എന്ന് പറയുന്നത് അനന്തതയെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നീല, ഓരോ ഭഗവാൻ എന്തുകൊണ്ടാണ് നീല, എന്തുകൊണ്ടാണ് വെളുത്ത നിറം? നിങ്ങളുടെ ദേവതമാരൊക്കെ വെളുത്ത നിറമാണ്, നിങ്ങൾ താഴെയുള്ളവരെ ഒന്നും കാണുന്നില്ല, ബാക്കി കറുത്ത നിറമൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. നിങ്ങളുടെ ദേവതകളൊക്കെ ബ്യൂട്ടി ഫെയർനെസ് ഒക്കെയുള്ള ദേവതകളാണെന്നൊക്കെ പൊതുവേ നമ്മുടെ രീതിയിലേക്കുള്ള കുറ്റപ്പെടുത്തലിലൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം,
കൃഷ്ണവർണ്ണം അഞ്ജനാചലനിഭാം ത്രിലോചനാം കാളിയും മേഘസമപ്രഭാം തൃണയനാം. ഏതൊക്കെ ദേവതകളാണ് വേണ്ടത്? എല്ലാ ദേവതകളിലും ഉണ്ട് ഈ പറഞ്ഞ ധ്യാനം. എല്ലാ വർണ്ണത്തിലും കൃഷ്ണവർണ്ണത്തിലുള്ള ധ്യാനമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃഷ്ണവർണ്ണമാണ്. അപ്പോൾ ഇതൊക്കെ സീരിയലുകളിൽ നമ്മളിങ്ങനെ കാണുമ്പോഴാണ് കുറച്ച് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഒന്നുമില്ല. ഓരോ നിറത്തിനും അതിൻ്റേതായ തേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ തേജസ്സിൻ്റെ ആന്തരിക തേജസ്സാണ് മുഖത്ത് പ്രതിഫലിച്ച് കാണുക എന്നാണ് പറയുന്നത്. അതാണ് യഥാർത്ഥ നിറമെന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഭഗവാൻ ഇവിടെ നീലത്താമരയുടെ നിറം ആ കാര്യം കുവലയ പുഷ്പം എന്നാണ്. ആ നീലത്താമരയിൽ വണ്ടുകൾ എങ്ങനെ ഇലക്കി വന്ന് തേൻ പിൻവാങ്ങുന്നത് അതാണ് ഗതാഗതാനി. ഗതാഗതം, ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗതാഗതാനി എന്ന് പറയുമ്പോൾ വന്നിരിക്കെ പോകുന്നു ഗതാഗതാനി എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ രീതിയിലുള്ള വണ്ടിൻ്റെ ചലനവുമായിട്ട് ദേവിയുടെ ആ ശൃംഗാരരസ സമ്പൂർണമായ അമ്മയുടെ നോട്ടം ഭഗവാനിലേക്ക് ഇടയ്ക്ക് വരികയും നോക്കുകയും പിന്നെ പിൻവാങ്ങുകയും ചെയ്യുന്നു. ഇത്ര മനോഹരമായിട്ടാണ് ഭഗവാനിൻ്റെ ആ ഒരു ചിത്രം വരച്ച് അതൊക്കെ ഭാവന ചെയ്യാനായിട്ട് ഋഷീശ്വരന്മാർ വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നാരായണൻ എന്ന് ഗുരുവായൂരപ്പനെ കാണാൻ എപ്പോഴും നല്ല അല്ലേ, ആൾക്കാർക്ക് എപ്പോഴും ഒരു പ്രാവശ്യം കണ്ടാലും മതി വരില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യം പറയണോ, ഭഗവാന്റെ ഇങ്ങനെ നോക്കി നിൽക്കണം, കണ്ട് കൊതി തീരാതെ പിന്നെ എത്രയെന്ന് നോക്കിയിരിക്കാം. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ കുറച്ച് മാറും. ഭഗവാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് താഴും. പിന്നെ വീണ്ടും ഭഗവാൻ ആകർഷയതി. കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആകർഷയതി, കൃഷ്ണനാണ്, വശീകരിക്കുന്നവൻ കൃഷ്ണൻ. അപ്പോൾ ആ ഒരു നോട്ടം അത് ഭഗവതിയുടെ ഭഗവാനിലേക്ക് നോക്കാനുള്ളൊരു മോഹം. അപ്പോൾ ആ നോട്ടവും ആ നാടകം കൊണ്ട് പിൻവലിക്കുന്നതൊക്കെ ആ ഒരു കേളി, ആ ഒരു നാടകം അല്ലേ, അത് നമ്മുടെ മനസ്സിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ആനന്ദമാണ് അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആ ആനന്ദത്തെ ശങ്കരാചാര്യർ നീലത്താമരയിൽ ചുറ്റും വണ്ടുകൾ സഞ്ചരിക്കുന്ന പോലെ അങ്ങനെ അതേപോലെ നോട്ടം, ആ നോട്ടം എന്ത് ചെയ്യണം? അവസാനം പറയണു, സാമേ ശ്രിയം ദിശതു സാഗരസംഭവായ. അല്ലയോ സാഗരത്തിൽ നിന്ന് ഉദ്ഭവിച്ചവളെ മഹാലക്ഷ്മി, സാഗരകന്യകായ സാഗരസംഭവായ, സമുദ്രത്തിൽ നിന്ന് സംഭവിച്ചവളെ അമ്മയെ. അങ്ങനെയുള്ള അമ്മയുടെ ആ തുടർച്ചയായ നോട്ടം ദിശതു എനിക്ക് നൽകിയാലും, എന്ത് നൽകിയാലും സാമേ ശ്രിയം ദിശതു, ആ തുടർച്ചയായിട്ടുള്ള ഭഗവതിയുടെ ലജ്ജയോടുകൂടിയും പ്രേമത്തോടുകൂടിയുമുള്ള ചെന്നെത്തുകയും പിന്മാറുകയും ചെയ്യുന്ന ആ തുടർച്ചയോടുകൂടിയുള്ള നോട്ടം. അല്ലയോ സാഗരസംഭവേ, സാഗരകന്യകെ, ആ തുടർച്ചയായ നോട്ടം എന്നിൽ പതിച്ച് എനിക്ക് ആ നോട്ടം ഐശ്വര്യത്തെ നൽകിയാലും. അമ്മയുടെ കടക്കൺ ദൃഷ്ടി, ആ ഒരു നോട്ടം എൻ്റെ നേരിൽ വന്ന് ആ തുടർച്ചയായ നോട്ടം എനിക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി കേൾക്കാം. മുഗ്ധാ മുഹുർവിദധതി വദനേ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാനി ഗദാഗദാനി മാലാദൃശോർമധുകരീവ മഹോത്പലേയ സാമേ ശ്രിയം ദിശതു സാഗരസംഭവായ. ഓം ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. നാരായണ. അടുത്ത ക്ലാസ്സിലെ 3-ാമത്തെ ശ്ലോകം നമുക്ക് ദർശിക്കാം. എല്ലാവർക്കും നമസ്കാരം.